അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസ്അല പഠനം. ചോദ്യം: ഉദ്ദേശങ്ങൾ നിറവേറാൻ എന്താണ് ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ്. ആവശ്യങ്ങൾ നിറവേറാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴിയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇആനത്തുൽ താലിബീൻ 2-ാം വാള്യം 91-ാമത്തെ പേജിൽ ആവശ്യങ്ങൾ നിറവേറാൻ ഒരു കാര്യം മഹാനവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണത്. ആരെങ്കിലും ജുമാ നിസ്കാരം കഴിഞ്ഞ് വ്യത്യസ്തങ്ങളായ 2 ദാനധർമ്മം നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന് 2 റക്അത്ത് നിസ്കാരം വളരെ ഭക്തിയോടുകൂടെ നിസ്കരിച്ചതിനു ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ ബിസ്മിക്കല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് ചൊല്ലിയതിനു ശേഷം എന്ത് ചോദിച്ചാലും അയാൾക്ക് അയാളുടെ ആവശ്യം നിറവേറുന്നതാണ്. അവന്റെ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങളെല്ലാം ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇആനത്തുൽ താലിബീൻ 2-ാം വാള്യം 91-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. പ്രസ്തുത ദിക്ർ ഒന്നുകൂടി പറയുകയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ ബിസ്മിക്കല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ജുമാ നിസ്കാര ശേഷം വ്യത്യസ്തമായ 2 ദാനധർമ്മം നടത്തിയതിനു ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ഭക്തിയോടുകൂടെ സലാം വീട്ടിയ ശേഷം ഈ ദിക്ർ ചൊല്ലുക, ശേഷം ദുആ ചെയ്യുക. ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇആനത്തുൽ താലിബീൻ 2-ാം വാള്യം 91-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്.